ഹലോ, പീപ്പിൾസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നലെ ഒരു ടോപ്പിക് പഠിച്ചു. അതുപോലെ നമ്മൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് വന്നേക്കാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എൽ ജി എസ് എന്നല്ല, എല്ലാ എക്സാമിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നദികൾ. അതിൽ കേരളത്തിലെ നദികളുടെ ബേസിക് ഫാക്റ്റും പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നദിയായിട്ടുള്ള പെരിയാറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? തുടങ്ങിയാലോ? അപ്പൊ ഒരു നദിയായിട്ട് അംഗീകരിക്കുന്നത്, ഒരു നദിയെ ഒരു നദിയായി അംഗീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1974 കേരള സർക്കാർ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പുഴകളെയാണ് നദിയായി കണക്കാക്കുന്നത്. അപ്പോൾ ഒരു നദിയെ നദിയായി കണക്കാക്കാനുള്ള മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ 1900 വർഷം മറന്നു പോകരുത്. 1974 കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പുഴകളെയാണ് എന്തായി കണക്കാക്കുന്നത്? നദികളായി കണക്കാക്കുന്നത്. അങ്ങനെ 15 കിലോമീറ്ററിൽ കൂടുതലുള്ള എത്ര നദികളാണ് കേരളത്തിൽ ഉള്ളതെന്ന് ചോദിച്ചാൽ കേരളത്തിൽ മൊത്തം 44 നദികളാണുള്ളത്. ഓക്കെ അല്ലേ? 1974 കേരള സർക്കാർ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പുഴകളെയാണ് നദികളായി കണക്കാക്കുന്നത്. അങ്ങനെ കേരളത്തിൽ മൊത്തം 44 നദികളാണുള്ളത്. ഈ 44 നദികളിൽ 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ മൊത്തം 44 നദികളാണ് കേരളത്തിലുള്ളത്. അതില് 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഈ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാം, അല്ലെങ്കിൽ ഈ നദികളുടെ കൂട്ടത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നതിൽ പെടാത്തത് ഏത്, ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇത് ബേസിക് ഫാക്റ്റ് ആണ്, ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഈ കബനി, ഭവാനി, പാമ്പാർ ഈ 3 നദികളിലെ ഏറ്റവും വലുത് കബനിയും ഏറ്റവും ചെറുത് പാമ്പാറുമാണ്. ഓക്കെ അല്ലേ? അപ്പോ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണുള്ളത്. ആ 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഈ 3 നദികളിൽ ഏറ്റവും വലുത് കബനിയും ഏറ്റവും ചെറുത് പാമ്പാറുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ കേരളത്തിൽ മൊത്തം 44 നദികളാണുള്ളത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ 41 എണ്ണം, കിഴക്കോട്ട് ഒഴുകുന്നവ 3 എണ്ണം. ഓക്കെ അല്ലേ? ഇനി 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 11 നദികളാണ് ഉള്ളത്. അപ്പൊ 100 കിലോമീറ്ററിൽ കൂടുതൽ ഉള്ള എത്ര നദികൾ, 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ട്? 11 നദികൾക്കാണ് 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ളത്. ഓക്കെ അല്ലേ? ഇതില് ഇപ്പൊ കേരളത്തിലെ ഈ 44 നദികളിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. ഏറ്റവും വലിയ നദി പെരിയാർ, അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. അപ്പോൾ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി, അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ. ഏറ്റവും വലിയ ആളിനെ പഠിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ചെറിയ ആളിനെയും പഠിക്കണം. അപ്പൊ ഏറ്റവും വലിയ നദി പെരിയാറാണെങ്കിൽ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. ഏറ്റവും ചെറിയ നദി ഏതാണ്? അത് മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ ആണ്. നമുക്കറിയാം 15 കിലോമീറ്ററിൽ കൂടുതൽ ഉണ്ടെങ്കിലേ നദിയായിട്ട് കണക്കാക്കുള്ളൂ. അപ്പൊ മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? 16 കിലോമീറ്റർ ആണ്. അപ്പൊ കേരളത്തിൽ മൊത്തം 44 നദികളുണ്ട്. അതിൽ 11 നദികൾക്കാണ് 100 കിലോമീറ്ററിൽ അധികം നീളമുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. എന്നാൽ ഏറ്റവും ചെറിയ നദി ഏതാണ്? അത് മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അയിരൂർ പുഴ, ഈ അയിരൂർ പുഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് കേരളത്തിലെ രണ്ടാമത്തെ ചെറിയ നദിയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ചെറിയ നദി ഏതെന്ന് ചോദിച്ചാൽ അയിരൂർ പുഴയാണ്. പക്ഷെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? അത് അയിരൂർ പുഴയാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അത് മഞ്ചേശ്വരം പുഴ, 16 കിലോമീറ്റർ. എന്നാൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അത് അയിരൂർ പുഴയാണ്. അയിരൂർ പുഴയുടെ നീളം എത്രയാണ്? 17 കിലോമീറ്റർ ആണ് കേട്ടോ. 17 കിലോമീറ്റർ. അപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ്. ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ ആണ്. എന്നാൽ രണ്ടാമത്തെ ഏറ്റവും ചെറിയ നദിയും ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും ചോദിച്ചാൽ അതേതാണ്? അത് അയിരൂർ പുഴയാണ്. അയിരൂർ പുഴയുടെ നീളം 17 കിലോമീറ്റർ. 17 കിലോമീറ്റർ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ നമുക്കറിയാം 44 നദികളുണ്ട്. അതിൽ കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി ഏതാണ്? അത് രാമപുരം നദിയാണ്. ഈ രാമപുരം നദിയുടെ നീളം 19 കിലോമീറ്റർ ആണ് കേട്ടോ. 19 കിലോമീറ്റർ. അപ്പോ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ ഏതാണ്? അത് രാമപുരം നദി. രാമപുരം നദി. അപ്പോ പെരിയാറാണ് ഏറ്റവും വലിയ നദി. ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. എന്നാൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അത് അയിരൂർ പുഴയാണ്. കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി. രാമപുരം നദിയുടെ നീളം എത്രയാണ്? 19 കിലോമീറ്റർ. 19 കിലോമീറ്റർ.
എടാ, ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ചോദിച്ചാൽ കാസർഗോഡാണ്. കേരളത്തിലെ 14 ജില്ലകളിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? അത് കാസർഗോഡാണ്. നമുക്കറിയാം മൊത്തം 44 നദികളുണ്ട്. അതിൽ 12 നദിയും ഏത് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്? അത് കാസർഗോഡാണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഏതാണ്? കാസർഗോഡാണ്. കാസർഗോഡ്. ഇനി നദി മലിനമാക്കിയ, നമ്മൾ നദിയെ മലിനമാക്കാറുണ്ട്. അപ്പോൾ നദി മലിനമാക്കിയാൽ 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ഏർപ്പെടുത്തി ബില്ല് പാസാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ നമ്മുടെ സ്വന്തം കേരളമാണ് കേട്ടോ. അപ്പോ നദിയെ മലിനമാക്കുന്നവർക്ക് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ബില്ല് പാസാക്കിയ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളമാണ്. കേരളം. അപ്പൊ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് പഠിച്ചത്. നമ്മൾ പറഞ്ഞു 1974 സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പുഴകളെയാണ് നദികളായി കണക്കാക്കുന്നത്. അങ്ങനെ മൊത്തം കേരളത്തിലെ 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 44 നദികളാണുള്ളത്. അവയിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു. ആ 3 എണ്ണമാണ് കബനി, ഭവാനി, പാമ്പാർ. അതിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് കബനിയും ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ പാമ്പാറുമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഏറ്റവും 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 11 നദികളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ പെരിയാറാണ്. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ്. ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അത് മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ ആണ്. എന്നാൽ രണ്ടാമത്തെ ചെറിയ നദിയും ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും ഏതാണെന്ന് ചോദിച്ചാൽ അയിരൂർ പുഴയാണ്. അയിരൂർ പുഴയുടെ നീളം 17 കിലോമീറ്റർ ആണ്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി. രാമപുരം നദിയുടെ നീളം 19 കിലോമീറ്റർ. ഇനി ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ കാസർഗോഡ്. 12 നദികളാണ് കാസർഗോഡോടി ഒഴുകുന്നത്. പിന്നെ നദിയെ മലിനമാക്കിയാൽ 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ഏർപ്പെടുത്തിക്കൊണ്ട് ബില്ല് പാസാക്കിയ സ്റ്റേറ്റ് ചോദിച്ചാൽ അത് കേരളമാണ്. ഓക്കെ അല്ലേ? ഇത്രയാണ് നമുക്ക് ബേസിക് ഫാക്ടിൽ പഠിക്കാനുള്ളത്. അടുത്ത് നമുക്ക് കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതുമായിട്ടുള്ള നദിയാണ് പെരിയാർ. ഈ പെരിയാറിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഏകദേശം പെരിയാറിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ പെരിയാറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? പെരിയാർ. എടാ, പെരിയാറിന്റെ നീളം നമ്മൾ ആദ്യം ഇൻട്രോ പറഞ്ഞപ്പോൾ തന്നെ അവിടെ പറഞ്ഞു കഴിഞ്ഞു. എത്രയാണ് പെരിയാറിന്റെ നീളം? 244 കിലോമീറ്റർ ആണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. ഈ പെരിയാർ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ്. പക്ഷെ ഇതിന്റെ ഉത്ഭവം കേരളത്തിലല്ല. ഇത് ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ശിവഗിരി മല അല്ലെങ്കിൽ ശിവഗിരി കുന്നിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. അപ്പൊ പെരിയാറിന്റെ ഉത്ഭവം എവിടെയാണ്? തമിഴ്നാട്ടിലെ ശിവഗിരി കുന്നിൽ നിന്നുമാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. കേരളത്തിലെ പെരിയാർ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത് ചോദിച്ചാൽ ഇടുക്കി, എറണാകുളം. അപ്പൊ ഇടുക്കിയിലൂടെയും എറണാകുളത്തൂടെയാണ് അവർ ഒഴുകുന്നത്? പെരിയാർ ഒഴുകുന്നത്. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. ശിവഗിരി കുന്ന്, തമിഴ്നാട്ടിലെ ശിവഗിരി കുന്നിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ഏതൊക്കെ ജില്ലകളിലൂടെ ഒഴുകുന്നു? ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെ ഒഴുകുന്നു. ഇനി എങ്ങനെയാണ് പെരിയാറിനെ അറിയപ്പെടുന്നത്? കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് പെരിയാറാണ്. ഇനി ശങ്കരാചാര്യർ, നമുക്കറിയാം ശങ്കരാചാര്യർ പെരിയാറിനെ വിശേഷിപ്പിച്ചിരുന്നത് എങ്ങനെയാണ്? പൂർണ്ണ എന്നാണ്. അപ്പോ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചിരുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് പെരിയാറാണ് കേട്ടോ. അപ്പൊ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചിരുന്ന നദി ഏതാണ്? അത് പെരിയാർ. അതുപോലെ തന്നെ അർത്ഥശാസ്ത്രം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തില് ചൂർണി എന്ന് വിശേഷിപ്പിച്ചിരുന്ന നദിയാണ് പെരിയാർ. അപ്പോ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിനെ വിശേഷിപ്പിച്ചിരുന്നത് എങ്ങനെയാണ്? ചൂർണി. അപ്പൊ ശങ്കരാചാര്യർ പൂർണ്ണ എന്നും അതുപോലെ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും വിശേഷിപ്പിച്ചിരുന്ന നദിയാണ് പെരിയാർ. ഈ പെരിയാറിനെ അറിയപ്പെടുന്ന 2 പേരുകളാണ്. ഒന്ന് ആലുവ പുഴ, മറ്റൊന്ന് കാലടി പുഴ. അപ്പൊ ആലുവ പുഴയെന്നും കാലടി പുഴയെന്നൊക്കെ അറിയപ്പെടുന്നത് ഏതിനെയാണ്? പെരിയാറിനെയാണ്. ആലുവ പുഴ അതുപോലെ കാലടി പുഴ ഇങ്ങനെ അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. എടാ, പെരിയാർ എവിടെയാണ് പതിക്കുന്നത്? അത് വേമ്പനാട് കായലിലാണ് പതിക്കുന്നത് കേട്ടോ. പെരിയാർ എവിടെയാണ് പതിക്കുന്നത്? വേമ്പനാട് കായലിലാണ് പതിക്കുന്നത്. അപ്പൊ നമ്മൾ പെരിയാറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ശിവഗിരി കുന്ന്, തമിഴ്നാട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിലൂടെ ഒഴുകുന്നു? ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെ ഒഴുകുന്നു. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. പെരിയാറിനെ ശങ്കരാചാര്യർ വിശേഷിപ്പിച്ചിരുന്നത് പൂർണ്ണ എന്നും
അതുപോലെ അർത്ഥശാസ്ത്രത്തിൽ എന്താണ് ചൂർണി എന്നും വിശേഷിപ്പിച്ചിരുന്നു. ആലുവ പുഴ, കാലടി പുഴ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏത് നദിയാണ്? പെരിയാറാണ്. ഈ പെരിയാറിന്റെ പതനം എവിടെയാണെന്ന് ചോദിച്ചാൽ വേമ്പനാട് കായൽ. കേരളത്തിൽ വേമ്പനാട് കായലിലാണ് പെരിയാറ് പതിക്കുന്നത്. എടാ പെരിയാറ് ആലുവയിൽ വെച്ച് രണ്ടായിട്ട് പിരിയുന്നുണ്ട്. അപ്പൊ പെരിയാറ് ആലുവയിൽ വെച്ച് രണ്ടായിട്ട് പിരിഞ്ഞൊഴുകുന്നുണ്ട്. നമ്മൾ പറഞ്ഞു പെരിയാറിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ആലുവ പുഴ എന്നും കാലടി പുഴ എന്നൊക്കെ അറിയപ്പെടുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആലുവയിൽ വെച്ചിട്ട് പെരിയാർ എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് പിരിയുന്നു. എങ്ങനെയൊക്കെയാണ് രണ്ടായിട്ട് പിരിയുന്നത്? ഒന്ന് മംഗലം പുഴയും മറ്റൊന്ന് മാർത്താണ്ഡൻ പുഴയും. എങ്ങനെയൊക്കെയാണ്? മംഗലം പുഴയെന്നും മാർത്താണ്ഡൻ പുഴയെന്നും ആലുവയിൽ വെച്ചിട്ട് പെരിയാറ് രണ്ടായിട്ട് പിരിയുന്നുണ്ട്. ഈ മംഗലം പുഴയായിട്ട് അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ചാലക്കുടി നദിയിലേക്ക് ഒഴുകുന്നു. ഇനി മാർത്താണ്ഡം പുഴ എങ്ങോട്ടാണ് പോകുന്നത്? അത് നേരെ വേമ്പനാട് കായലിലേക്കാണ് പോകുന്നത്. അങ്ങനെ ആലുവയിൽ വെച്ചിട്ടാണ് മംഗലം പുഴയെന്നും മാർത്താണ്ഡം പുഴയെന്നും നമ്മുടെ പെരിയാറ് രണ്ടായിട്ട് പിരിയുന്നത്. ചോദിച്ചിട്ടുണ്ട് പെരിയാറ്, മാർത്താണ്ഡൻ പുഴ, മംഗലം പുഴ എന്ന് രണ്ടായി പിരിയുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ അത് എവിടെ വെച്ചാണ്? ആലുവയിൽ വെച്ചിട്ടാണ്. ഇനി ഈ പെരിയാറിന് കുറെ സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. എടാ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? അത് പെരിയാറാണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ. അതുപോലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദിയും ഏതാണ്? പെരിയാറാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദിയും ഏതാണ്? പെരിയാറാണ്. അതുപോലെ കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ചോദിച്ചാലും ഏതാണ്? അതും പെരിയാറാണ്. ഓക്കെ അല്ലെ? അപ്പോ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി, അതുപോലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി, ഇതെല്ലാം ഏതാണ്? പെരിയാറാണ്. എടാ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും ഏതാണ്? പെരിയാറാണ് കേട്ടോ. അപ്പോ കേരളത്തിലെ നദികളിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ചോദിച്ചാൽ ഏതാണ്? അതും പെരിയാറാണ്. അപ്പൊ പെരിയാറിന്റെ സവിശേഷത നമ്മൾ 4 പഠിച്ചു. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാറാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാറാണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാറാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പെരിയാറിനോട് ആദ്യം വന്നു ചേരുന്ന പോഷക നദി ഏതാണെന്ന് അറിയാവോ? അത് മുല്ലയാറാണ് കേട്ടോ. അപ്പൊ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ്? അത് മുല്ലയാറാണ്. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. എടാ ഈ മുല്ലയാറും പെരിയാറും കൂടി ചേർന്ന് അതിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? മുല്ലപ്പെരിയാർ. മുല്ലയാറും പെരിയാറും കൂടി ചേരുന്ന സ്ഥലത്തെ അറിയപ്പെടുന്ന പേരാണ് മുല്ലപ്പെരിയാർ. നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച്, അണക്കെട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പോ ഈ മുല്ലയാർ വന്ന് പെരിയാറിനോടൊപ്പം ചേരുന്ന ആ സംഗമ സ്ഥാനത്തിനെ വിളിക്കുന്ന പേരാണ് മുല്ലപ്പെരിയാർ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞത് ആലുവയിൽ വെച്ചിട്ട് നമ്മുടെ പെരിയാർ രണ്ടായിട്ട് പിരിയുന്നു. മംഗലം പുഴയെന്നും മാർത്താണ്ഡം പുഴയെന്നും. ഈ മംഗലം പുഴ നേരെ ചാലക്കുടി പുഴയിലേക്കും മാർത്താണ്ഡം പുഴ നേരെ എങ്ങോട്ടേക്ക്? വേമ്പനാട് കായലിലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ്. ഇതെല്ലാം പെരിയാറാണ്. നമ്മൾ പറഞ്ഞു പെരിയാറിനോട് ആദ്യം വന്നു ചേരുന്ന പോഷക നദിയാണ് മുല്ലയാറ്. ഈ മുല്ലയാറും പെരിയാറും കൂടി സംഗമിക്കുന്ന ആ സംഗമ സ്ഥാനത്തിനെ വിളിക്കുന്ന പേരാണ് മുല്ലപ്പെരിയാർ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെയാണ് നമ്മുടെ പെരിയാറിന്റെ പോഷക നദികൾ എന്നാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിന്റെ പോഷക നദികളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എടാ ആദ്യം ഞാൻ നദികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. എന്നിട്ട് ഒരു കോഡ് പറഞ്ഞുതരാം. നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും കേട്ടോ. ഏതൊക്കെയാണ്? ഒന്ന് കട്ടപ്പനയാർ, അടുത്തതാണ് മുല്ലയാർ, മുതിരപ്പുഴ, ചെറുതോണിയാർ, പെരുന്തുറയാർ, പെരുഞ്ചാൻകുട്ടിയാർ, ഇടമലയാർ. ഏതൊക്കെയാണ്? കട്ടപ്പനയാർ, മുല്ലയാർ, മുതിരപ്പുഴയാർ, ചെറുതോണിയാർ, മുതിരപ്പുഴ, ചെറുതോണിയാർ, പെരുന്തുറയാർ, പെരുഞ്ചാൻകുട്ടിയാർ, ഇടമലയാർ. എടാ ഇത് പഠിക്കാൻ സിമ്പിൾ ആയിട്ടൊരു കോഡുണ്ട്. കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം. എന്താണ്? കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം. അപ്പോ നമ്മുടെ പെരിയാറിന്റെ പോഷക നദികൾ പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം. ഇതായത് നമുക്ക് എല്ലാ നദികളും കിട്ടും. ആദ്യം നമ്മൾ പറഞ്ഞു കട്ടപ്പനയിലെ. അപ്പൊ ഏതാണത്? കട്ടപ്പനയാർ. മുല്ലാക്കയുടെ ആർക്ക്? മുതിരയ്ക്ക്. മുതിരപ്പുഴ. ചെറുതേനാണ് ചെറുതോണിയാർ. പെരുത്തിഷ്ടം അതിൽ 2 ഉണ്ട്. പെരുത്തിൽ ഏതൊക്കെയാണ്? പെരുന്തുറയാറുമുണ്ട്, പെരുഞ്ചാൻകുട്ടിയാറുമുണ്ട്. ഇഷ്ടമാണ് ഇടമലയാർ. ഓക്കെ അല്ലേ? അപ്പോ
നമ്മുടെ പെരിയാറിന്റെ പോഷക നദികളാണ് കട്ടപ്പനയാർ, മുല്ലയാർ, മുതിരപ്പുഴ, ചെറുതോണിയാർ, അതുപോലെ പെരുന്തുറയാർ, പെരുഞ്ചാൻകുട്ടിയാർ, ഇടമലയാർ. ഇത് പഠിക്കാനുള്ള കോഡാണ് എന്ത്? കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം എന്നാണ്. കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ആരുടെ? പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. എടാ ഇനി പെരിയാറിലെ വെള്ളപ്പൊക്കത്തെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട 2 വെള്ളപ്പൊക്കങ്ങളാണ് നമ്മളിപ്പോ ഇവിടെ നോക്കുന്നത്. ഒന്ന് AD 1341. ഒന്നെന്നാണ് AD 1341. ഈ AD 1341 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഒരു തുറമുഖം എന്താണ് നശിച്ചു പോയി. ആ തുറമുഖത്തിന്റെ പേരാണ് കൊടുങ്ങല്ലൂർ തുറമുഖം. ഓക്കെ അല്ലേ? അപ്പോ പെരിയാറിലെ AD 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയ തുറമുഖം ഏതാണ്? അത് കൊടുങ്ങല്ലൂർ തുറമുഖം. കൊടുങ്ങല്ലൂർ തുറമുഖം. അപ്പോ ഇങ്ങനെ ചോദിക്കാം, എന്താണ്? പെരിയാറിലെ കൊടുങ്ങല്ലൂർ തുറമുഖം നശിക്കാൻ ഇടയായ വെള്ളപ്പൊക്കം നടന്ന വർഷം അത് ഏതാണ്? അത് 1341. ഇനി അല്ലാതെയും ചോദിക്കാം, AD 1341 പെരിയാറിലെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയ തുറമുഖം ഏതാണ്? ഏതാണ്? കൊടുങ്ങല്ലൂർ തുറമുഖം. അതുപോലെ മറ്റൊന്നാണ് 1924 ഉണ്ടായ വെള്ളപ്പൊക്കം. ഇത് സാധാരണ നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല കേട്ടിട്ടുണ്ടാവുക. പെരിയാറിലെ 99 വെള്ളപ്പൊക്കം നടന്ന വർഷം അങ്ങനെയായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് മലയാള മാസം 1099 നടന്ന വെള്ളപ്പൊക്കം ആയതുകൊണ്ടാണ് 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത്. അല്ലാതെ അത് 1899 1999 ഒന്നും അല്ല. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് 1924 ആണ്. അപ്പൊ മലയാള മാസം 1099 ഈ വെള്ളപ്പൊക്കം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇതിനെ എങ്ങനെ അറിയപ്പെടുന്നത്? 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത്. അപ്പോ 99 പെരിയാറിൽ 99 വെള്ളപ്പൊക്കം നടന്ന വർഷം ചോദിച്ചാൽ ഏതാണ്? അത് 1924 ആണ്. അത് മലയാള മാസം 1099 നടന്നത് കൊണ്ടാണ് അതിനെ എങ്ങനെ അറിയപ്പെടുന്നത്? 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും 2 വെള്ളപ്പൊക്കമാണ്. ഒന്ന് AD 1341 വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ഈ സമയത്ത് നശിച്ചു പോയ തുറമുഖമാണ് ഏത്? കൊടുങ്ങല്ലൂർ തുറമുഖം. മറ്റൊന്നാണ് 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത്. ആ നടന്ന വർഷം 1924 ആണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ മലയാള മാസം 1099 നടന്നത് കൊണ്ടാണ് ഇതിനെ എങ്ങനെ അറിയപ്പെടുന്നത്? 99 വെള്ളപ്പൊക്കം എന്ന് അറിയപ്പെടുന്നത്. എടാ അതുപോലെ നമ്മുടെ ഈ പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വന്യജീവി സങ്കേതമാണ് തേക്കടി വന്യജീവി സങ്കേതം. കേട്ടോ? അപ്പൊ തേക്കടി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. അതുപോലെ തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? പെരിയാറിന്റെ തീരത്താണ്. അപ്പൊ തേക്കടി വന്യജീവി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാറിന്റെ തീരത്താണ്. ഈ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനെ സലീം അലി പക്ഷി സങ്കേതം എന്നും ചോദിക്കാം. അപ്പോ തട്ടേക്കാട് പക്ഷി സങ്കേതവും തേക്കടി വന്യജീവി സങ്കേതവും സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഏത് നദിയുടെ തീരത്താണ്? പെരിയാറിന്റെ തീരത്താണ്. ഇനി നമ്മുടെ പെരിയാറിൽ നിർമ്മിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ. ഈ അണക്കെട്ടുകളും പഠിച്ചു വെക്കുക, പറഞ്ഞുതരാം. അപ്പോ പെരിയാറിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയാണ് ഏത്? പെരിയാർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ പെരിയാറിൽ നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് മുല്ലപ്പെരിയാർ. ഒന്നേതാണ്? മുല്ലപ്പെരിയാർ ഡാം, ഇടമലയാർ, മാട്ടുപ്പെട്ടി, ഭൂതത്താൻകെട്ട്, കുണ്ടള, ചെങ്കുളം, ഇരട്ടയാർ, ഇടുക്കി ഡാം, പൊന്മുടി, കുളമാവ്, ചെറുതോണി ഡാം. ഇത്രയും ഏത് നദിയിലുള്ളതാണ്? നമ്മുടെ പെരിയാറിൽ നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ടുകളാണ്. അപ്പൊ ഏതൊക്കെയാണ്? ഒന്ന് മുല്ലപ്പെരിയാർ ഡാം, മുല്ലപ്പെരിയാർ ഡാം, ഇടമലയാർ. ഏതൊക്കെയാണ്? മുല്ലപ്പെരിയാർ ഡാം, ഇടമലയാർ, മാട്ടുപ്പെട്ടി. മുല്ലപ്പെരിയാർ, ഇടമലയാർ, മാട്ടുപ്പെട്ടി. അതുപോലെ ഭൂതത്താൻകെട്ട്. അപ്പൊ മുല്ലപ്പെരിയാർ, ഇടമലയാർ, മാട്ടുപ്പെട്ടി, ഭൂതത്താൻകെട്ട്, കുണ്ടള, ചെങ്കുളം. കുണ്ടള, ചെങ്കുളം. മുല്ലപ്പെരിയാർ, ഇടമലയാർ, മാട്ടുപ്പെട്ടി, ഭൂതത്താൻകെട്ട്, കുണ്ടള, ചെങ്കുളം, ഇരട്ടയാർ, ഇടുക്കി. ഇരട്ടയാർ, ഇടുക്കി, പൊന്മുടി, കുളമാവ്. ഇരട്ടയാർ, ഇടുക്കി, പൊന്മുടി, കുളമാവ്. അതുപോലെ ചെറുതോണി ഡാം, ചെറുതോണി ഡാം. അപ്പൊ ഏതൊക്കെയാണ് പെരിയാറിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ എന്ന് ചോദിച്ചാൽ മുല്ലപ്പെരിയാർ, ഇടമലയാർ, മാട്ടുപ്പെട്ടി, ഭൂതത്താൻകെട്ട്, കുണ്ടള, ചെങ്കുളം, ഇരട്ടയാർ, ഇടുക്കി, പൊന്മുടി, കുളമാവ്, ചെറുതോണി ഡാം. ഇത്രയാണ് ഏതാണ് നമ്മുടെ പെരിയാറിൽ നിർമ്മിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ. അതുപോലെ കുറച്ച് പ്രശസ്തമായ സ്ഥലങ്ങൾ നമ്മുടെ പെരിയാർ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നമുക്ക് ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ് ആലുവ അദ്വൈതാശ്രമം. അപ്പൊ ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാൽ ഏതാണ്? അത് പെരിയാറാണ് കേട്ടോ. അപ്പൊ പെരിയാർ, ആലുവ അദ്വൈതാശ്രമം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ പെരിയാർ. പെരിയാറിന്റെ തീരത്താണ് ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് എവിടെ? കാലടി. ഈ കാലടി സ്ഥിതി ചെയ്യുന്നതും ഏത് നദീതീരത്താണ്? പെരിയാറിന്റെ തീരത്താണ്. അപ്പൊ പെരിയാറിന്റെ തീരത്താണ് ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നതും ഏത് നദീതീരത്താണ്? പെരിയാർ നദീതീരത്താണ്. അതുപോലെ മലയാറ്റൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദീതീരത്താണ്. മലയാറ്റൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദീതീരത്താണ്. പെരിയാർ വന്യജീവി സങ്കേതവും പെരിയാർ നദിയുടെ
നദിയുടെ തീരത്താണ്. ഓക്കെ ഇല്ലേ? അപ്പോ പ്രശസ്തമായ നദികൾ, നമ്മുടെ പെരിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആലുവ അദ്വൈതാശ്രമം, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി, മലയാറ്റൂർ പള്ളി, അതുപോലെ പെരിയാർ വന്യജീവി സങ്കേതം. ഇത്രയും എവിടെയാണ്? ഈ പെരിയാർ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. എടാ, ഇത്രയാണ് നമുക്ക് പെരിയാറിനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നമുക്കൊന്ന് ഓടിച്ച് മൊത്തത്തിൽ നോക്കാം. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ്. ശിവഗിരിക്കുന്ന് തമിഴ്നാട്ടിൽ നിന്നാണ്, ശിവഗിരി മല അല്ലെങ്കിൽ ശിവഗിരിക്കുന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. ശങ്കരാചാര്യർ പൂർണ്ണ എന്നും കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും പരാമർശിക്കുന്ന നദിയാണ് പെരിയാർ. ആലുവ പുഴയെന്നും കാലടി പുഴയെന്നും അറിയപ്പെടുന്നത് പെരിയാറിനെയാണ്. വേമ്പനാട് കായലിലാണ് പെരിയാർ പതിക്കുന്നത്. അതുപോലെ ഈ പെരിയാർ ആലുവയിൽ വെച്ചിട്ട് രണ്ടായിട്ട് പിരിയുന്നു. മംഗലം പുഴയെന്നും മാർത്താണ്ഡൻ പുഴയെന്നും രണ്ടായിട്ട് പിരിയുന്നു. പിന്നെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ്, ഏറ്റവും കൂടുതൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദിയാണ്, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ്, അതുപോലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാറാണ്. ഇനി പെരിയാറിനോട് ആദ്യം വന്നു ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. ഈ മുല്ലയാറും പെരിയാറും കൂടി സംഗമിക്കുന്ന ആ സംഗമ സ്ഥാനത്തിനെ വിളിക്കുന്ന പേരാണ് മുല്ലപ്പെരിയാർ. പിന്നെ നമ്മൾ പറഞ്ഞു പോഷക നദികളാണ് കട്ടപ്പനയാർ, മുല്ലയാർ, മുതിരപ്പുഴ, ചെറുതോണിയാർ, പെരുന്തുറയാർ, പെരുഞ്ചൻകുട്ടയാർ, ഇടമലയാർ. അതിനൊരു കോഡ് നമ്മൾ പറഞ്ഞു. കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം. പിന്നെ നമ്മൾ 2 വെള്ളപ്പൊക്കം പറഞ്ഞു. ഒന്ന് AD 1341 നടന്നത്. ഈ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം. അതുപോലെ മറ്റൊന്നാണ് 99-ലെ വെള്ളപ്പൊക്കം. അത് നടന്ന വർഷം 1924 മലയാള മാസം. 1099 നടന്നതുകൊണ്ടാണ് ഇതിനെ 99-ലെ വെള്ളപ്പൊക്കം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തേക്കടി വന്യജീവി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാറിന്റെ തീരത്താണ്. ഇനി പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? മുല്ലപ്പെരിയാർ, ഇടമലയാർ, മാട്ടുപ്പെട്ടി, ഭൂതത്താൻകെട്ട്, കുണ്ടള, ചെങ്കുളം, ഇരട്ടയാർ, ഇടുക്കി, പൊന്മുടി, കുളമാവ്, അതുപോലെ ചെറുതോണി ഡാം. ഇനി പെരിയാറിന്റെ തീരത്ത് ചെയ്യുന്ന പ്രശസ്തമായ സ്ഥലങ്ങളാണ് ഏതൊക്കെ? ഒന്ന് ആലുവ അദ്വൈതാശ്രമം, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി, അതുപോലെ മലയാറ്റൂർ പള്ളി, പെരിയാർ വന്യജീവി സങ്കേതം. എടാ, ഇത്രയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. ഇത് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും.